മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ടോപ്പിക് ഒക്കെ നോക്കിയിട്ടാണോ വന്നത്? അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ആ ഓക്കെ. മസിൽ ബിൽഡിങ്ങിന് പറ്റിയ ബെസ്റ്റ് എക്സസൈസസ് ഏതൊക്കെയാണ്? വലുതാണല്ലോ. ചെറുത് ആ, വല്ലതും പഠിക്കുമ്പോ വലുത് പറയാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാം. മസിൽ ആ, ബിൽഡിങ്ങിന് പറ്റിയ ബെസ്റ്റ് എക്സസൈസസ് ഏതൊക്കെയാണ്? ഗോഡ്സിനെ കൊണ്ട് പറയാൻ പറ്റും. ഉം. ആ, ആ. ഏതൊക്കെയാണ്? മസിൽ ബിൽഡിങ്ങിന് പറ്റിയ ബെസ്റ്റ് എക്സസൈസസ് ഏതൊക്കെയാണ്? ആ, അപ്പം ഔ അല്ല, അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർമ്മ വേണം. വാട്ടിന്റെ അർത്ഥം എന്താണ്, വിച്ചിന്റെ അർത്ഥം വൈ, വെൻ, ഹൗ ഫാർ, ഹൗ ഓപ്പൺ, വേർ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. ഇപ്പം വാട്ട് അതൊന്നും ഞാൻ പറയത്തില്ല, പറഞ്ഞു. വേണമെങ്കിൽ ഒന്ന് എഴുതിക്കും. വാ എഴുതി വാ നോക്കുമ്പോ എഴുതി നോക്കുമ്പോ വാ ശരിയാവുമായിരിക്കും. മസിൽ ബിൽഡിങ്ങിന് പറ്റിയ ബെസ്റ്റ് ആ എക്സസൈസസ് ഏതൊക്കെയാണ്? വാട്ട് ഇസ് ദ ബെസ്റ്റ് മസിൽ ബിൽഡിംഗ് എക്സസൈസ് ഓഫ് മസിൽ ബിൽഡിംഗ്? വാട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ആർ ദ ബെസ്റ്റ് എക്സസൈസസ് ഫോർ മസിൽ ബിൽഡിംഗ്? ഏതൊക്കെയെന്നാ ഞാൻ ചോദിച്ചു, ഞാൻ എന്തൊക്കെയെന്നല്ല ചോദിച്ചത്. എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഇസ് അല്ലെങ്കിൽ വാട്ട് ആർ പറയാം. ഏതൊക്കെയെന്ന് ഓക്കെ. ചോദിക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും, ഇതാണോ അതാണോ അങ്ങനെ. അപ്പൊ ഏതൊക്കെയെന്ന് പറയുമ്പോൾ വേർ ആണ്, സോറി, വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. ഏതൊക്കെ, വിച്ച്. ഏതൊക്കെയാണ് വിച്ച്. നമ്മൾ പഠിച്ചതല്ലേ വാട്ടും വിച്ചും. വാട്ടിന്റെ അർത്ഥം എന്താണ് ആ അല്ലെങ്കിൽ എന്താ. ഫസ്റ്റ്. വിച്ച് എന്ന് പറയുമ്പോൾ ഏത്. ആ. ഏതൊക്കെ ഏത്? നെക്സ്റ്റ് വൺ. ഈ ഒരു പ്രോജക്റ്റിന് ഏത് ടൂളാണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ ഒരു പ്രോജക്റ്റിന് ഈ ഏത്? പ്രോജക്റ്റിന് ഏത് ടൂളാണ് നിങ്ങൾക്ക് വേണ്ടത്? വിച്ച് ടൂ വിച്ച് ടൂൾ ഉം. വിച്ച് ടൂൾ ഈസ് ഈ പ്രോജക്റ്റിന് ഏത് ടൂളാണ് നിങ്ങൾക്ക് വേണ്ടത്? വിച്ച് ടൂൾ ഈസ് ഡു യു വാണ്ട്? നമ്മൾ ഇസൊക്കെ അതിന്റെ അകത്ത് വരുമോ? വിച്ച് ടൂൾ ഡു യു നീഡ് അല്ലെങ്കിൽ ഡു യു വോണ്ട് ഫോർ ദിസ് പ്രോജക്ട്? ഈസി ഉണ്ടല്ലേ. ഓക്കെ. ആ, അത് ഏത് ഫോർമാറ്റ് ആണെന്ന് ഓർമ്മയുണ്ടോ? വിച്ച് ബുക്ക് ഡു യു നീഡ്, വിച്ച് ബുക്ക് ഡു യു വോണ്ട്, വിച്ച് പെൻ ഡു യു വോണ്ട്. അപ്പോ അതുപോലെയാണ് ഓക്കെ. ഇതും. വിച്ച് ടൂൾ ഡു യു വോണ്ട് അല്ലെങ്കിൽ ഡു യു നീഡ് ഫോർ ദിസ് പ്രോജക്ട്? ഓക്കെ. എന്നാ സിമ്പിൾ ചോദിക്കേനി. ഓക്കെ. ഏത് ഡിഗ്രിയാണ് താങ്കൾക്കുള്ളത്? വിച്ച് ഡിഗ്രി ഡു യു ഹാവ്? ആ, ഓക്കെ, കറക്റ്റ്. അടുത്ത ബസ് എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണ് വരുന്നത്? വന്നിട്ടില്ല, വരുന്നത് അല്ലെങ്കിൽ വന്നത് എന്നൊന്നും ചോദിച്ചിട്ടില്ല. വരുന്നത് എപ്പോഴാണ്, എപ്പോഴാണ് അടുത്ത ബസ് വരുന്നത്? വെൻ വെൻ വിൽ യു കം നെക്സ്റ്റ് ബസ്? വെൻ വിൽ യു വെൻ വിൽ കം നെക്സ്റ്റ് ബസ്? വെൻ ഇസ് ദ നെക്സ്റ്റ് ബസ് അറൈവിംഗ്? വരുന്നത്. വെൻ ഇസ് ദ വെൻ ഇസ് ദ മാരേജ്, വെൻ ഇസ് ദ വെഡിങ്, വെൻ ഇസ് യുവർ എക്സാം എന്നൊക്കെ നമ്മൾ ഫോമാറ്റ് പഠിച്ചില്ലായിരുന്നു? അപ്പൊ അതുപോലെ വെൻ ഇസ് ദ നെക്സ്റ്റ് ബസ്, വെൻ ഇസ് ദ നെക്സ്റ്റ് ബസ് അറൈവിംഗ് അല്ലെങ്കിൽ കമ്മിങ്, വെൻ ഇസ് ദ നെക്സ്റ്റ് ബസ് കമ്മിങ്. ആ ഫോമാറ്റ് ഒന്നും കൂടെ നോക്കണം കേട്ടോ, എങ്കിലും ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. കോൺഫറൻസ് എന്നാണ്? വെൻ ഈസ് എ കോൺഫറൻസ്? വെൻ ഇസ് ദ കോൺഫറൻസ്. ഓക്കെ. മഴ എപ്പോഴാ പെയ്യുന്നത്? മഴ എപ്പോഴാണ് പെയ്യുന്നത്? ഉം. വെൻ ഈസ് ദ റെയിൻ റെയിനിങ്? വെൻ ഇസ് ഇറ്റ് റെയിനിങ്, എപ്പോഴാണ് മഴ പെയ്യുന്നത്? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യം എടുക്കാം.
ഈ വിന്നറിന്റെ അവാർഡ് ഈ അവാർഡിന്റെ വിന്നർ ആരാണ്? ഈ ഈ അവാർഡ് അവാർഡിന്റെ വിന്നർ ആരാണ്? ഈ അവാർഡിന്റെ വിന്നർ ആരാണ്? ഹു ഈസ് ദ വിന്നർ ഓഫ് ദിസ് അവാർഡ്? ഓക്കെ, കറക്റ്റ്. എന്തിനാണ് താങ്കൾ കല്യാണം കഴിച്ചത്? വൈ ഡിഡ് യു മാരി വൈ ഡിഡ് യു മാരി വൈ ഡിഡ് യു മാരി? എന്തിനാണ്? വൈ ഡിഡ് യു ഗെറ്റ് മാരീഡ് അല്ലെങ്കിൽ വൈ ഡിഡ് യു മാരി, രണ്ടും കുഴപ്പമില്ല. എന്തിനാണ് ജിമ്മിൽ ജോയിൻ ചെയ്തത്? വൈ ഡിഡ് യു ജോയിൻ ദ ജിം? കറക്റ്റ്. ആരോട് സംസാരിക്കുന്നതാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എൻജോയ് ആരോട്? ചെയ്യുന്നത്? ആരോട് സംസാരിക്കുമ്പോഴാണ് താങ്കൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ഹു ഹു ഈസ് ദ മോസ്റ്റ് ഹു ഈസ് ദ ആരോട്? ആരെ, ആർക്ക്, ആരോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വേർഡ് യൂസ് ചെയ്യുമല്ലോ. ആരോട് സംസാരിക്കുന്നതാണ് താങ്കൾ എൻജോയ് ചെയ്യുന്നത്? ചെയ്തിട്ടുള്ളതെന്നൊന്നുമല്ല, ചെയ്യുന്നത്. ഉം. ഹു ഈസ് ആരോട് സംസാരിക്കും? ഹു ഈസ് ടോക്കിംഗ് ആ, ടോക്ക് അതല്ല, ഹൂവിന്റെ അർത്ഥം ആര് എന്നാണ്, ആരോടെന്നല്ല. ആ ഹൂസ്. അപ്പൊ അപ്പൊ ഹും ആണ്. ഹും ഡു യു എൻജോയ് ടോക്കിംഗ് ടു? ഓക്കെ. നമ്മള് ഈ ആരെ, ആർക്ക്, ആരോട് എന്ന് ചോദിക്കാനായിട്ട് ഹും ഡിഡ് യു ഗീവ് ദ ഫോൺ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആർക്കാണ് ഫോൺ കൊടുത്തത്? ആർക്ക് ആ കൊടുത്തത്? ആരെയാണ് കണ്ടത്? ഹും ഡിഡ് യു സി? അപ്പൊ ആരോടാണ് സംസാരിക്കാൻ ഇഷ്ടം? ഹും ഡു യു ലൈക്ക് ടു ടോക്ക് ടു എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഫ്ലോറിൽ കിടക്കുന്ന ആരുടെ സോക്സുകളാണ്? ഹും ആരുടെ സോക്സുകളാണ് ഫ്ലോറിൽ കിടക്കുന്നത്? ഫ്ലോറിൽ കിടക്കുന്നത്, ഫ്ലോറിലുള്ളത് ആരുടെ സോക്സുകളാണ്? ആരുടെയുടെ ഇംഗ്ലീഷ് എന്താ? ഹും. അത് ആർക്ക്, ആരെയാ? ഹൂസ്. ആ ഹൂ ഓക്കെ. ഹൂസ് സോക്സ് ആർ ദിസ് ഫ്ലോർ? ആർ ഓൺ ദ ഫ്ലോർ. ഓക്കെ. നമ്മള് ഇന്നു ഓണം അച്ചൊക്കെ പഠിച്ചായിരുന്നോ? ഇല്ലല്ലേ, അവിടെ വരെ എത്തിയില്ലേ? ഇല്ലില്ല. ആ ഓക്കെ. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇപ്പൊ മനസ്സിലായി എവിടെ മിസ്റ്റേക്സ് വരുത്തുന്നതെന്ന്. അതൊന്ന് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആകും. ഓക്കെ. എങ്കിലും ചിലതൊക്കെ പറയുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സിമ്പിൾ വലിയ സെന്റൻസ്, ഫോമാറ്റ് കേട്ടില്ല. വലിയ സെന്റൻസ് ആണ് പറയാൻ പറ്റത്. കുറച്ച്. പക്ഷെ ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സെന്റൻസ് പറയാൻ പറ്റും. ഓക്കെ. ഓക്കെ. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി. എവിടം വരെ ആയിരുന്നു ഇന്നലെ? ഏത് ടോപ്പിക് ആയിരുന്നു എടുത്തത് നമ്മള്? ഹൗ ഫാർ ഹൗ ഓഫൺ ഹൗ ലോങ്? അതെ. ആ ഇതും കൂടെ ഞാനൊന്ന് അയച്ചു തരാം. അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് പഠിക്കാം. ആരോട്, ആരോട്. വാട്ടിന്റെ അർത്ഥം എന്താണ്? വിച്ചിന്റെ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്? അടുത്തത് വെൻ, എപ്പോൾ. വേർ, എവിടെ. വൈ, എന്തുകൊണ്ട്. വൈ ആർ യു ലേറ്റ്. പിന്നെ ഹു. ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് ആ എന്താ വെച്ചാൽ ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ഇത് നോക്കിക്കൊണ്ട് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഫ്രീഡത്തിന്റെ Which is the definition of freedom? ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ് ചോദിച്ചത്. Which is ഫ്രീഡത്തിന്റെ the which is the definition of freedom?
എന്താണെന്ന് ഇവിടെ കണ്ടത് വോട്ടല്ലേ? ദേ ഓ, എന്താണ്? ഏതാണ്? മറ്റേത് ഏതാണ്? വാട്ട് ഈസ് വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് ഫ്രീഡം? കറക്റ്റ്. ഓഫ് ഇനി ഇനി അടുത്തൊരു ചോദ്യം. അവൾ എപ്പോഴാണ് കുക്ക് ചെയ്യുന്നത്? വെൻ വെൻ ഈസ് വെൻ ഈസ് ഷീ കുക്കിംഗ്? കറക്റ്റ്. അടുത്തത്, ഈ ഗ്രൂപ്പിന്റെ ലീഡർ ആരാണ്? ആരാണ്? ഉം. ഹൂ ഈസ് ഹൂ ഈസ് ദ ലീഡർ ഓഫ് ദിസ് ഗ്രൂപ്പ്? ആ അപ്പോ അത് ഇത് വെച്ചിട്ടല്ലേ പറഞ്ഞത്, ആര് അല്ലെങ്കിൽ ആരാണ്? ആ രണ്ടും കറക്റ്റ് ആണ്. ആ അപ്പൊ ഈ ഫോമാറ്റ് ഓൾറെഡി നമ്മള് ഇനി ഒരെണ്ണം കൂടെ ചോദിക്കാതെ. ഈ മൂവി എത്ര നേരം ഉണ്ടാകും? എത്ര നേരം? ആ എത്ര നേരം ഉണ്ടാകും ഈ മൂവി? അത് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. വേറെ ചോദ്യം ചോദിക്കാം. ഹൗ ആ ഈ ലെക്ചർ എത്ര നേരം ഉണ്ട്? ഈ ഒരു ലെക്ചർ, ലെക്ചർ മീൻസ് സ്പീച്ച് പോലത്തെ ഇങ്ങനെ സംസാരം, എത്ര നേരം ഉണ്ട്? ഹൗ ലോങ് ഇസ് ദ ലെക്ചർ? ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് വൺ. ഒരു മണിക്കൂറിൽ എത്ര ദൂരം താങ്കൾക്ക് സ്വിം ചെയ്യാം, നീന്താൻ പറ്റും? ഹൗ ഹൗ ഫാർ ഒരു മണിക്കൂറിൽ ഹൗ താങ്കൾക്ക് എത്ര ദൂരം സ്വിം ചെയ്യാൻ പറ്റും? ഹൗ ഫാർ ഇൻ സ്വിമ്മിങ് ഇൻ 1 hour? ഹൗ ഫാർ ക്യാൻ യു സ്വിം ഇൻ 1 hour? ഓക്കെ. ഹൗ ഫാർ സ്വിമ്മിംഗ് ഒന്നും വേണ്ട, ഹൗ ഫാർ ക്യാൻ യു സ്വിം. വേറൊരെണ്ണം ചോദിക്കാം. ഉം, എത്ര തവണ താങ്കൾ എബ്രോഡ് ട്രാവൽ ചെയ്യാറുണ്ട്? എത്ര തവണ? ആ എത്ര തവണ ഹൗ താങ്കൾ എബ്രോഡ് ട്രാവൽ ചെയ്യാറുണ്ട്? ഹൗ ഓഫൺ ഡു യു ഗോ അബ്രോഡ്? ഡു യു ട്രാവൽ എബ്രോഡ്? ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ട്രാവൽ എബ്രോഡ്. കറക്റ്റ്. ഡെന്റിസ്റ്റിനെ കാണാൻ എത്ര തവണ പോവാറുണ്ട്? ഹൗ ഓഫൺ ഡു യു മീറ്റ് ഡെന്റിസ്റ്റ്? ഡു യു ഗോ ടു ഡെന്റിസ്റ്റ്? ഓക്കെ, കറക്റ്റ്. ഒരു മാസം താങ്കൾ എത്ര ക്യാഷ് ഏൺ ചെയ്യാറുണ്ട്? എത്രത്തോളം പൈസ ഏൺ ചെയ്യാറുണ്ട് ഒരു മാസം? ഹൗ മച്ച് ഹൗ മച്ച് ഹൗ മച്ച് യു ഏൺ money in 1 month? ഹൗ മച്ച് മണി ഡു യു ഏൺ പെർ മന്ത്? ഓക്കെ. Okay. ഇത് കണ്ടോ, ഹൗ മച്ച് വാട്ടർ ഡു യു വോണ്ട്? അപ്പൊ ഹൗ മച്ച് മണി ഡു യു ഏൺ. ക്ലിയർ ആകുന്നുണ്ടോ? Oh, അതാണ് ഫോമാറ്റ് പഠിക്കുമ്പോൾ ഹൗ ഓഫൺ ഡു യു ഗോ ടു ബീച്ച്. അങ്ങനെ ഇതിനുള്ള രണ്ട് ഫോമാറ്റുകളല്ലേ ഞാൻ തരുന്നുള്ളൂ. അപ്പൊ ആ ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് oh, സെറ്റ് ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പറയാൻ പറ്റും. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിക്കാം. okay. അടുത്തൊരു ചോദ്യം. ഡെസ്കിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്? ഡെസ്കിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡെസ്കിന്റെ ആ ഒരു സർഫസിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? എത്ര പേപ്പേഴ്സ് ഉണ്ട്? Uh, how many papers on the desk? അതിന്റെ ഇടയ്ക്ക് ഹൗ മെനി പേപ്പേഴ്സ് ആർ, ഒരു ആറ് കൂടെ ചേർക്കാം. ഹൗ മെനി പേപ്പേഴ്സ് ആർ ദർ ഓൺ ദ ഡെസ്ക്. How ക്ലിയർ many അല്ലേ? papers how many papers are there on the desk? ആ അല്ലെങ്കിൽ ഹൗ മെനി പേപ്പേഴ്സ് ആർ ഓൺ ദ ഡെസ്ക്, രണ്ടും ചോദിക്കാം. ഒരു ആറ് ഇടണം കേട്ടോ. ആറോ ഇസോ ഒക്കെയോ സെന്റൻസിൽ ചേർക്കണം, എങ്കിലേ ആ സെന്റൻസ് ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടത്തുള്ളൂ. ക്ലിയർ അല്ലേ? Okay. അപ്പൊ ഒന്നുകൂടെ ഞാനിത് ഒരു സാറ്റർഡേ സൺഡേ, ഇന്ന് ഫൈനൽ Finish. ക്ലാസ് അല്ലേ, ഫ്രൈഡേ അല്ലേ, അപ്പൊ Ah, സാറ്റർഡേ സൺഡേയും ah, കൂടെ കഴിഞ്ഞിട്ട് ഞാൻ മൺഡേ ക്ലാസ് ഉള്ളപ്പോ ഒന്നുകൂടെ ചോദിക്കുക ഇതേപോലെ. അപ്പൊ കുറച്ചും കൂടെ തറവാകും. okay. ഓക്കെ. അപ്പൊ ഡോണ്ട് വറി, Okay. നമുക്ക് ശരിയാക്കാം.
ഇന്നലെ നമ്മൾ എവിടം വരെയാ? ഇത് കഴിഞ്ഞായിരുന്നല്ലോ, ഇതൊക്കെ കഴിഞ്ഞായിരുന്നു. ഹൗ ഓഫൻ പോസിബിൾ. കഴിഞ്ഞു. ആ, ഇത് തുടങ്ങിയോ? ഇല്ല ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ വരെ പറയാം. അറ്റ് നമുക്ക് മൺഡേ, സോറി, ഇൻ പിൻ നോക്കാം. ഈ ഉം. 5 മണി അല്ലെങ്കിൽ ടൈമുകളുടെ ഒക്കെ മുമ്പിൽ നമ്മൾ അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 5 o'clock, 6 o'clock, 6:30. ഐ വേക്ക് അപ്പ് അറ്റ് 6:30. സമയത്തിന്റെ മുമ്പിൽ അറ്റ് ആണ്. ഇനി ഡേറ്റുകളുടെ മുമ്പിൽ ഓൺ ആണ്. എന്ന് വെച്ചാൽ ഗോഡ്സിന്റെ ബർത്ത്ഡേ എന്നാണ്? എന്നാണ്? മാർച്ച് 20. 12th. അപ്പൊ 12th March. ഹിസ് ബർത്ത്ഡേ ഇസ് ഓൺ 12th March, 2000, സോറി, 1993. ഫൈവ്. ആ 1995. അപ്പോ ആ ആ ഒരു ഇയർ വന്നാലും കുഴപ്പമില്ല. 1995. ഇതിപ്പോ ഇങ്ങനെ ഓൺ തിരിഞ്ഞു. 17 ജൂലൈ. ക്ലിയർ ആയോ? നോ. എന്ന് വെച്ചാൽ ഡേറ്റിന്റെ മുമ്പിൽ വേണമെങ്കിൽ ഇയർ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. ഓൺ 7, ആ ഒരു ഡേറ്റ് പറയുമ്പം ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അതുപോലെ ഓക്കെ. തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളുടെ മുമ്പിൽ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. മൺഡേ, ഓൺ മൺഡേ. ഐ വിൽ സീ യു ഓൺ ട്യൂസ്ഡേ. ക്ലിയർ അല്ലേ? ഓക്കെ. ആ പിന്നെ ഉള്ളത് ഇന്നാണ്. ഇൻ നമ്മൾ ചേർക്കേണ്ടത് ഇയറിന്റെ മുമ്പിൽ, വർഷത്തിന്റെ. ഇൻ 1995. ഐ വാസ് ബോൺ ഇൻ 1995 എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ മാസത്തിന്റെ മുമ്പിലും. മാസം എന്ന് പറയുമ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ മുമ്പിലും ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ബാക്കി നമ്മൾ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്തില്ല. നമ്മൾ 90s കിഡ്സ് എന്നൊക്കെ പറയത്തില്ലേ? സോ വി ആർ ബോൺ ഇൻ, അല്ലെങ്കിൽ ഇൻ 90s, വി വെയർ യങ് ഇൻ 90s എന്ന് പറയാം. 90കളിൽ ഞങ്ങൾ ഭയങ്കര യങ് ആയിരുന്നു. അപ്പൊ അവിടെയും ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. വി ആർ ലിവിങ് ഇൻ 21st century. പക്ഷെ ഇത് രണ്ടും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇയറും മന്തും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി, അവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ, നെക്സ്റ്റ് ഡേ. ഇതിന്റെ മുമ്പിൽ ഒരിക്കലും നമ്മൾ ഓണോ, ഇന്നോ, അറ്റോ, ഓഫോ ഒന്നും ചേർക്കത്തില്ല. ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ടുമോറോ. ഐ വിൽ ഹാവ് എ മീറ്റിംഗ് നെക്സ്റ്റ് ഡേ. ഐ ഹാവ് എ മീറ്റിംഗ് ടുഡേ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ അറ്റ് അല്ലെങ്കിൽ ഓൺ മൺഡേ, സോറി, ഓൺ ടുമോറോ, ഇൻ യെസ്റ്റർഡേ, ഓൺ നെക്സ്റ്റ് ഡേ എന്നൊന്നും പറയത്തില്ല. അതിന്റെ മുമ്പിൽ പ്രപ്പോസിഷൻസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ അങ്ങനെ പറയാം. നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ്. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിക്ക് അറ്റ് നൂൺ എന്നാണ് പറയുന്നത്. നൈറ്റിലാണെങ്കിലും അറ്റ് നൈറ്റ്. നൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അറ്റ് വരുന്നുണ്ട്. അറ്റ് നൈറ്റും അറ്റ് നൂണും. പിന്നെ രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും വൈകുന്നേരവും ഇൻ ദ ഈവനിങ് എന്നാണ് പറയുന്നത്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ക്ലിയർ അല്ലേ? അപ്പൊ പ്രപ്പോസിഷൻ തൽക്കാലം ഇത്ര നമുക്ക് നോക്കാം, ബേസിക്. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലോട്ട് പോകാം. ഓക്കെ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? ഡൗട്ട്സ് ഇല്ല, ഇത് പഠിക്കാത്തന്നെ കുഴപ്പമുള്ളൂ. ഓക്കെ. അപ്പൊ പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രയൽ എടുക്കാം. ഓക്കെ. നൗ ലെറ്റ്സ് മൂവ് ടു ദ സ്പീക്കിംഗ് പാർട്ട്. ടോപ്പിക് ഞാനിപ്പോ തരാം. ഓക്കെ. Tell me something about this. I think this is two friends. You can have different interpretations. Friends ആകാം, strangers ആകാം. പറഞ്ഞു. I think this is two friends and one friend helping other friend of climbing the mountain. Okay, climbing that rock. Yeah. Or Helping. mountain. പറഞ്ഞു. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. So here, helping mentality of a person is enhanced അല്ലെങ്കിൽ stressed അല്ലേ? Importance of helping others in our lives, അതാണ് പറയുന്നത്.
So how In often do you help? Ah, പറഞ്ഞു. yeah, I am helping other people, so my friends, and that's time People. people Ah, people that's time I have any problem, my friends helping me, okay. helping uh, financially and mentally, Supporting each other. helping somewhat sometimes, Mm. and sometimes I am mentally weak. That's time my friends are calling and helping for helping for recover that situation. Oh, help you. They help you to recover from that problem or thing Okay. that disturbs you. Okay. Yeah. Then Uh, how you mm, help to others in India as well as in this new country this time I have no friends. here? Yeah. Uh, okay. I am only calling for my Indian friends in India. Okay. What about the friends in your workplace? Do you have any friends Workplace, in I the have, work yeah, no thick friends, only seeing every day and hi bye mm, friends relation? only. Okay. Ah. Only that day work completed, the relation completed and go to home. And after another day will come, Ah. we see you. Okay, you don't have any That's type intimate of or relation. ah, just hi bye Oh relation, no. friendship. Ah. Yeah. No intimate Hmm. relations, friends is there. Friends are there. Or friends in there. Okay, friends are there. Ah, no friends are there. Then have you ever helped any strangers so No, far? no. In England, no one looking for another. In a way, I see, I saw, അല്ലേ? ഞാൻ കണ്ടു. I saw one day I go to my workplace in one boy in the വീണു വീണുന്നോ? uh, ആ, ഫോളോ ഫെല്ലോ എന്നൊക്കെ he fell down uh, fell on the road and blood is coming on the mouth from the mouth. He bleeded. and no one looking for the You. boy. It's a child. It's Uh-huh. around in people's or is going. You see, he's crying in the center of the road, Actually, and he's was walked he up. was he the native of that place or was he an Indian child? No, 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 no. The white guy. Oh, okay. Even white people, they don't have time to look into other people's business or anything, isn't it? Other people's emotion. These people don't mind other people's emotions. Ah, I see uh-huh. that's my first time experience in India. Any problem in so many people surrounding other man and supporting, Mm, helping. But this time, the a small child, a small mm. child, is Okay. crying on the road, Mm, and I look at this, no one helping. That's why I mm. am not helping. Uh-huh. Then I thought that you will say, yes, but I have helped that boy because I felt sorry for him. I was very compassionate. You could have helped him, right? Yeah, but no one looking is you see he is crying and he's gone. He's Then gone. you just watch that child and you too. I'm watching that's my uh, പരിചയമില്ലാത്ത ഒരു Ah, കാഴ്ചയായിരുന്നു. he was a stranger for me, really stranger to Ah, me. yeah. I Hmm. was stranger for But that what if you situation. were but what if you were in India? You could have helped someone, isn't it? In Kerala. Yeah, 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 yeah. In India, so many people come in in a small accident. So many people come and helping, going to the person going to hospital, take the hospital. Mm-mm. There is no time for these people's. Okay, so they are very cold. COLD. ഭയങ്കര Uh, ഫ്രണ്ട്ലി അല്ല, അപ്രോച്ചബിൾ yes, അല്ല, yes. ഒരു കമ്പാഷനേറ്റ്, ഒരു നല്ല മനസ്സുള്ളവരൊന്നും അല്ല. ആണോ? അങ്ങനെയല്ലേ? അതെ, അതെ. Yes, yes.
Okay. In one day our company, one situation, one person is felt on the floor, but in many white guys in laughing. Ah, Why no this people is laughing? I don't know. then what did you do? I'm working. I'm still working. Then how you and that those people, how you are different from that person? You are also the same kind of attitude you are also showing, isn't it? This time I am also this this kind of I am പഴകുക അവരോട് സമ്പർക്കത്തിലായി. I too became one among them. അവരിൽ ഒരാൾ ഞാനുമായി. that time But ആ you shouldn't. അങ്ങ But you shouldn't change your identity. Actually, it's the if someone is directly or indirectly asking or seeking help, we must help as humans, isn't it? That's how yes. it should be. Then what happened, Godson? In England, they have so many rules. I don't know. Uh-huh. I don't know. ഇനി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഹെൽപ്പ് ചെയ്യേണ്ടതാണോ? I don't know. Okay, you are in a So many rules are there. uh, So many rules. Any mistake for actually in our Kerala, life. in Kerala, when you help someone from an accident or something, if you take that person to the Yeah. hospital, it will become a case, right? It will be a burden to us sometimes. വള്ളി കേസ് ആകത്തില്ല ചില സമയത്ത്. Like that, Yes, yes. we are also But the same. but in India, my vehicle one time accident. Your And vehicle. one person, me and my friend, on the road, traveling on my bike, and one car in accident with me. One car hit my bike. ഇടിച്ചു. Hit my car, hit my bike, and my head on ഒരു മുറിവുണ്ടായി. I was badly injured. Injury Yes. സംഭവിക്കും. I was badly injured. That time that time one auto driver helping me and my friend, and Helped he took helped me, and he took me and my friend there on auto on the hospital. to the hospital. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. Okay. Okay, that's There is these so the these only advantage of staying in a foreign country is that you can get maximum salary, money per. and money. Okay. Only, And and good facilities also are there. facilities are. But what in It's India? traveling in India is not good facilities. Comparing India, it's more better, far better. So you can Tra- compare and contrast India and England. What are the yeah. advantages of staying in India and advantages, or both dooms and boons? നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഇന്ത്യയിലുള്ളതും ഇംഗ്ലണ്ടിലുള്ളതും ഒന്ന് ജസ്റ്റ് ഒരു 5-10 പോയിന്റുകൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നാളെ ചെയ്യാവോ? ഓൺ മൺഡേ Okay, Can you do okay, that? okay, okay, അപ്പൊ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ. okay, പീപ്പിൾസ് എന്നുള്ളതും ചിൽഡ്രൻസ് എന്നുള്ളതും ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. ബി കോൺഷ്യസ് ഓഫ് ദാറ്റ്. okay. ക്വസ്റ്റ്യൻ വേർഡ്സ് ഒന്ന് പഠിച്ചിട്ട് വരിക. പഠിക്കില്ലേ? Okay. അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ചോദിക്കും? പഠിക്കില്ലേ? Will you learn? അത് പഠിക്കുമോ എന്നാണ്. പഠിക്കില്ലേന്ന് ചോദിക്കുമ്പോ Will be? വിൽ നോട്ട് ഫ്രണ്ടിലോട്ട് ഇടുമ്പോ Will? വോണ്ട് യു. Won't നമ്മള് know. വോണ്ട് യു സ്റ്റഡി, പഠിക്കില്ലേ? Oh, won't you study? അതെങ്ങനെയാ? ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. ഞാൻ I won't പഠിക്കുമോ? study. ഐ വോണ്ട് സ്റ്റഡി, പഠിക്കില്ല. പഠിക്കില്ലേന്ന് ചോദിക്കുമ്പോ പഠിക്കില്ല. വോണ്ട് ഐ സ്റ്റഡി. Won't you study? ഓക്കെ, ക്ലിയർ ആയില്ലേ? Okay. ഓക്കെ, താങ്ക് യു. Thank you very much. താങ്ക് യു.